2020 NDAയിലേക്ക് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ 2020 ചീഫ് കോർഡിനേറ്റർ സാബു ജേക്കബുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. പ്രഖ്യാപനം ഉടനുണ്ടാകും. ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഉമേഷ്, ഇതൊരു വലിയ വാർത്തയാണ്. ഈ നിമിഷത്തിൽ ഇപ്പോൾ അവിടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമന്ത്രി വരാനിരിക്കുന്ന സമയം ബിജെപി സംസ്ഥാന അധ്യക്ഷനുമായുള്ള കൂടിക്കാഴ്ച, 2020 കോർഡിനേറ്ററുടെ കൂടിക്കാഴ്ച വളരെ പ്രധാനപ്പെട്ടതാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം, NDA സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു നീക്കമായി മാറുന്നു. തീർച്ചയായും NDA സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ നീക്കം, പ്രത്യേകിച്ച് നാളെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്താനിരിക്കെ ഏറ്റവും നിർണായകമായ ഒരു നീക്കം ഇപ്പോൾ നടത്തിയിരിക്കുന്നു. NDAയുടെ ഭാഗമാകാൻ ഇപ്പോൾ 2020 തയ്യാറായിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. അല്പസമയത്തിനകം തന്നെ മാധ്യമപ്രവർത്തകരെ കണ്ട് രണ്ടുപേരും ഒന്നിച്ച്, അതായത് രാജീവ് ചന്ദ്രശേഖറും ഒപ്പം സാബുവും ജേക്കബും ഒന്നിച്ച് മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു ഭാഗത്ത് UDF പ്രവേശനത്തിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടായിരുന്നു. UDF പേര് അനൌദ്യോഗികമായി കേട്ടുന്നത് 2020യുടേതായിരുന്നു. ഇത്തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ ക്ഷീണം അവർക്കുണ്ടായില്ല എങ്കിൽ പോലും, കഴിഞ്ഞ തവണത്തേക്കാൾ ക്ഷീണമുണ്ടായെങ്കിൽ പോലും 4 പഞ്ചായത്തുകൾ ഇപ്പോൾ ഭരിക്കുന്ന സാഹചര്യമുണ്ട്. ഈ സാഹചര്യമെല്ലാം ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് എന്തായാലും 2020യെ സ്വന്തം പാളയത്തിലേക്ക് NDA കൊണ്ടുവരാൻ പറ്റുന്നത്. എറണാകുളം ജില്ലയിൽ കാര്യമായ ഒരു വേരോട്ടമുള്ള ഒരു പാർട്ടി കൂടിയാണ് 2020. പ്രത്യേകിച്ച് ഈ 4 പഞ്ചായത്തുകൾ, അതായത് കുന്നത്തുനാട് അടങ്ങുന്ന നിയമസഭാ മണ്ഡലം ഉൾപ്പെടുന്ന പഞ്ചായത്തുകളിൽ വലിയ സ്വാധീനമുണ്ട് സാബുവും ജേക്കബിനും 2020ക്കും. അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം കണ്ടതാണ്. ഒപ്പം തൃക്കാക്കര ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലും കൃത്യമായ സ്വാധീനമുണ്ട്. ഈ സ്ഥലങ്ങളിലെല്ലാം 2020യുടെ സ്വാധീനം ഉപയോഗപ്പെടുത്താനാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ BJP, NDA. എന്തായാലും NDAയുടെ കരകക്ഷിയായി 2020 വരുന്നു എന്നുള്ളത് ഏറ്റവും നിർണായകമാണ്. ഒരു ഭാഗത്ത് UDFന്റെ ഒരു 2020യുമായി നടത്തിപ്പോന്നിരുന്നു. എന്നാലും അവസാന ഘട്ടം വരെയും ഈ ഒരു പ്രഖ്യാപനത്തിലേക്ക് എത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഡീൽ ആകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നില്ല. എന്തായാലും NDA അത് മുൻകൈ എടുത്ത്, രാജീവ് ചന്ദ്രശേഖർ മുൻകൈ എടുത്ത് ഇപ്പോൾ NDAയിലേക്ക് 2020 എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. 2020യിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ ധാരണ ആയിരിക്കുന്നു. എന്തായാലും പ്രഖ്യാപനം മതി. എന്തെല്ലാമാണ് ഒരു വാഗ്ദാനങ്ങൾ എന്നുള്ള കാര്യത്തിലൊന്നും ഇപ്പോഴും വ്യക്തമില്ല. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒപ്പം നിൽക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഒന്നിലധികം സീറ്റുകൾ 2020ക്ക് നൽകാനും, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ നൽകാനും സാധ്യതയുണ്ട്. അവർ ഒന്നിച്ച് എറണാകുളം ജില്ലയിൽ 2020 BJP ഉൾപ്പെടുന്ന സഖ്യം ഒന്നിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിൽ പ്രവർത്തിക്കും. എന്തായാലും അല്പസമയത്തിന് തന്നെ പ്രഖ്യാപനം വരും. പ്രഖ്യാപനം നേരത്തെ തീരുമാനിച്ചതാണ് ഈ വാർത്താ സമ്മേളനം. പക്ഷേ നേരത്തെ തന്നെ സൂചനകളുണ്ടായിരുന്നു ചില പ്രഖ്യാപനങ്ങൾ ഇതിനോടൊപ്പം നടത്തുമെന്നുള്ളത്. എന്തായാലും അതാണ് ഇനി നടക്കാൻ പോകുന്നത്. നാളെ പ്രധാനമന്ത്രി വരുന്ന പരിപാടിയിൽ ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർക്കൊപ്പം സാബുവും ജേക്കബും ആ വേദിയിലേക്ക് സ്ഥാനം പിടിക്കാനുള്ള സാധ്യതയുമുണ്ട്. NDA ഒരു ഘടകകക്ഷി എന്ന നിലയിൽ, 2020യുടെ പ്രതിനിധി എന്ന നിലയിൽ സാബുവും ജേക്കബിനും ഒരു സ്പേസ് കിട്ടാൻ സാധ്യതയുണ്ട്. നിലവിൽ 4 പഞ്ചായത്തുകളാണ്. നേരത്തെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 6 പഞ്ചായത്തിൽ 4 പഞ്ചായത്തിൽ സ്വന്തം ഏകാധിപത്യത്തിൽ ഭരണം നടത്താനും 6 പഞ്ചായത്തുകൾ നേടിയെടുക്കാനും കഴിഞ്ഞിരുന്നു. ആ രീതിയിലായിരുന്നു. പക്ഷേ ഇത്തവണ 2 പഞ്ചായത്തുകൾ നഷ്ടപ്പെട്ടു. എങ്കിലും കുന്നത്തുനാട് ഉൾപ്പെടുന്ന നിയോജക മണ്ഡലത്തിൽ വ്യക്തമായ സ്വാധീനം 2020ക്കുണ്ട്. അത് കാലങ്ങളായി, അതായത് 10 വർഷത്തിലധികമായി 2020 അത് നിലനിർത്തി പോകുന്നു. അത്തരത്തിൽ ഒരു പ്രാദേശിക പാർട്ടിയാണെങ്കിൽ പോലും ആ പ്രാദേശിക നിലയിൽ ശക്തമായി തന്നെ അതേ അവരുടെ സ്വാധീന മേഖലയിൽ കൃത്യമായ സ്വാധീനം നിലനിർത്തി പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ സാബുവും ജേക്കബിനെ കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ ഒരു സ്വാധീനവുമുണ്ട്. കാരണം LDFനെയും UDFനെയും വെല്ലുവിളിച്ചുകൊണ്ട് മറ്റൊരു പ്രാദേശിക പാർട്ടി പഞ്ചായത്തുകളുടെ ഭരണം പിടിക്കുന്ന നിലയിലേക്ക് വരുന്നത് 10 വർഷം മുൻപാണ്. ആ ഘട്ടത്തിൽ 2020, അതിനുശേഷം കഴിഞ്ഞ 5 വർഷം മുൻപ് നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 6 പഞ്ചായത്ത് നിലയിലേക്ക് അവരുടെ സ്വാധീനം വളർത്തി. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പിടിക്കുന്ന നിലയിലേക്ക് അവർക്ക് ഉയരാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ നീക്കം, കാരണം ഒരു മുഖ്യധാര മുന്നണിയുമായും കൂട്ടുകൂടാതെ ഒറ്റയ്ക്ക് നിന്നിരുന്ന പാർട്ടി ഒരു മുഖ്യധാര മുന്നണിയുമായി പ്രത്യക്ഷമായ ഒരു കൂട്ടുകെട്ടിലേക്ക് എത്തിയിരിക്കുന്നു. NDA സഖ്യകക്ഷിയായി 2020 മാറാൻ പോകുന്നു. അതെ, ഇരു കൂട്ടർക്കും അത് വളരെ സുപ്രധാനമായ നിർണായകമായ നീക്കമായി മാറുകയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ചു നിൽക്കാനുള്ള തീരുമാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.